ഫ്രണ്ട്സ്, നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനികളിലേക്കായിട്ട് സ്ഥിരമായിട്ടുള്ള വേക്കൻസിയിലേക്കും കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ഇത് PSC നിയമനമല്ല. അപ്പോൾ PSC നിയമനം നടത്തുന്നത് നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ആയിട്ട് PSC നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്ത വേക്കൻസികൾ മറ്റു പബ്ലിക് സെക്ടർ ആയിട്ടുള്ള മറ്റ് കമ്പനികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള സർക്കാരുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വേക്കൻസി വരുമ്പം അത് ഫില്ല് ചെയ്യുകയും അതിൻ്റെ സെലക്ഷനും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഈ പറയുന്ന കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും. ഈ ബോർഡാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ വേക്കൻസികളാണ് നമുക്കിപ്പോൾ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത ലഭിക്കും. അതല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, സീക്ക് ചെയ്തൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓരോ ടാബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രഷേഴ്സ് വാക്കൻസിയാണ് മെയിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് വാക്കൻസി ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇങ്ങനെ ഒരു 60ഓളം നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓരോരോ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ കമ്പനീൻ്റെയും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ഇവിടെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6/2025 മുതൽ എനിക്ക് 24/7 ജൂലൈ 24 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട്. അപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ PSU ഏതാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇതിലേക്ക് ഹെൽപ്പർ എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 3 വേക്കൻസിയാണുള്ളത്. ഇത് നമുക്ക് കാറ്റഗറി എന്ന് പറയുന്നത് CE ആണ് വരുന്നത്. അതുപോലെ തന്നെ പെർമനൻറ്റ് വേക്കൻസിയാണ് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 13,650 മുതൽ 22,200 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്, നിങ്ങളുടെ ചാർജ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എലിജിബിലിറ്റി ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC വിത്ത് ITI ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക്. ITI ഏത് ട്രേഡാണെന്ന് വെച്ചാൽ ഫിറ്ററാണ്. അപ്പോൾ SSLC മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ITI ഫിറ്റർ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കണക്കാക്കിയിട്ട് ഓപ്പണിംഗ് ഡേറ്റ് 24/6 മുതൽ 24/6 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 36 കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ്. ഇനി ഇതിൻ്റെ ട്രെയിനിങ് പീരീഡാണ്. നിങ്ങൾ ഇതിൽ ഇനീഷ്യലി നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും 1 ഇയർ. ആ 1 ഇയർ സക്സസ്ഫുള്ളി നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അതിൽ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയർ അപ്രൻറ്റീസ്ഷിപ്പ് നിങ്ങൾ ഏതെങ്കിലും ഫാക്ടറിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ്, അങ്ങനെയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മുൻഗണന അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അത് നിർബന്ധമല്ല. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് SSLC + ITI മതി എന്നുള്ളതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു മുൻഗണന കൊടുക്കുന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ നോട്ടോടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ 3 ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം ഷെഡ്യൂളായിട്ട് നമ്മൾ ആ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC/ST ആണെങ്കിൽ 75 രൂപ മതി എന്നുള്ളതാണ്. പിന്നെ ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ എല്ലാത്തിനും കോമൺ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. അത് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ മനസ്സിലാൻ വേണ്ടി ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, 045/2025 എന്നുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. കാറ്റഗറി വെച്ചിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ 2 നിങ്ങൾക്കിവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ 2 ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ കാണാം. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6 ക്ലോസിംഗ് ഡേറ്റ് 24/7 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതും അതേ സെയിം കമ്പനിയാണ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഓപ്പറേറ്ററാണ് വിളിച്ചിരിക്കുന്നത്. 7 വേക്കൻസി ഉണ്ട്. പെർമനൻ്റ് ആണ്. അതിലും 15,400 മുതൽ 25,100 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അതോടൊപ്പം തന്നെ അതിന് ഇക്വലൻ്റായുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സ് വരെ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട് 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും 1 ഇയർ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഒരു മുൻഗണന ഇതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതില്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇത് നിർബന്ധമല്ല, ഡിസേബിൾ ആയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപേക്ഷാ ഫീസ് 600 രൂപ, SC/ST ആണെങ്കിൽ 150 രൂപ ഫീ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ബാക്കിയുള്ളത് കോമൺ ആയ കാര്യമാണ്, വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, രണ്ടും ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 3ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ 3ാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. കാറ്റഗറി നമ്പർ 24, സെയിം കമ്പനിയാണ്. 24/6/2025 മുതൽ 24/7 ആണ്. ഇത് പോസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. സെയിം കമ്പനിയാണ്, പക്ഷേ പോസ്റ്റ് സീനിയർ എഞ്ചിനീയർ ആണ്. മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. 45,800 മുതൽ 89,100 ആണ് പേ സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ടൈം BA or BTech ആണ്. ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, BE അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് കൂടി കേട്ടോ. ഏജ് ലിമിറ്റ് 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഇയർ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും, മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അല്ലാത്തവർക്കും ഇത് ആവശ്യമില്ല, അല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ഇവിടെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞ മെയിൽ കാൻഡിഡേറ്റ്സിന്. ഇനി അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 600 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST ആണെങ്കിൽ 150 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് BA or BTech വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ 4ാമത്തെ നോട്ടിഫിക്കേഷനാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാറ്റഗറി നമ്പർ. ഇത് 24/6/2025 മുതൽ 24/7/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സെയിം കമ്പനി തന്നെയാണ്. ഇവിടെ സീനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. 45,800 മുതൽ 89,100 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ടൈം BA or BTech എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, ഏതാണെങ്കിലും ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം 36 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത, അത് അപ്രൻറ്റീസ്ഷിപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് ചെയ്താലും മതി കേട്ടോ. എനി ഫാക്ടറിയാണ്, അപ്പോൾ എവിടെ നിന്ന് ചെയ്ത അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ടായാലും മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആ ഡീറ്റെയിൽസും കൂടെ ഓൺലൈൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രിഫറൻസ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഡിസേബിൾ ആണ്, ഒരിക്കലും നിർബന്ധമല്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി ട്രെയിനിങ് പീരീഡ് ഇവിടെ പറയുന്നുണ്ട്. 1 ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് 25,000 പെർ മന്ത് ആയിരിക്കും കേട്ടോ തരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറയുന്ന സീനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് M2 എന്ന് പറയുന്ന ഗ്രേഡിലാണ്. അത് പേ സ്കെയിലൂടെ കാണാൻ 45,800 മുതൽ 89,000 മുതൽ ആ സ്കെയിലിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുക കേട്ടോ. പ്രൊബേഷൻ ഉണ്ടായിരിക്കും 1 ഇയർ. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഫീ 600 ആണ്. SC/STക്ക് 150 മതി എന്നുള്ളതാണ്. 4ാമത്തവും കഴിഞ്ഞു, നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ക്ലോസ് ചെയ്യണം, കാരണം ഇത് സിസ്റ്റം ലോഡായിട്ടാണ് കേട്ടോ. അത് ഞാനൊന്ന് കഴിഞ്ഞ് അങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. ഇനി അടുത്തത് 5ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ നോട്ടിഫിക്കേഷനൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്, പെർമനൻറ്റ് വാക്കൻസിയാണ് കേട്ടോ. ഇതിപ്പോൾ 5ാമത്തെ നോട്ടിഫിക്കേഷൻ, ക്ലോസിംഗ് ഡേറ്റ് 24/7, സ്റ്റാർട്ടിങ് 24/6 ആണ്. ഇത് സെയിം കമ്പനി തന്നെയാണ്. സീനിയർ എഞ്ചിനീയർ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് കെമിക്കലാണ്. 2 വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്. സെയിം പേ സ്കെയിലാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി BE അല്ലെങ്കിൽ BTech കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഡിസേബിൾ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മുൻഗണന ഉണ്ടായിരിക്കും. ദെൻ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും. ആ സമയത്ത് 25,000 സ്റ്റൈപ്പൻഡ് ലഭിക്കും. പിന്നെ നിങ്ങൾ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും 1 ഇയർ. നിങ്ങൾ ഈ പറയുന്ന സീനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് പ്ലേസ് ചെയ്യുക കേട്ടോ, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ. ദെൻ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 600 ആണ്. SC/ST ആണെങ്കിൽ 150 മതി. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്ന വേക്കൻസിയാണ്. ഇപ്പോൾ നമ്മൾ 5 എണ്ണം പറഞ്ഞതും ഫ്രഷേഴ്സിൻ്റെ വേക്കൻസിയാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 6ാമത്തെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാം, കാറ്റഗറി നമ്പർ നോക്കാം. അത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6, ക്ലോസിംഗ് 24/7 ആണ്. സെയിം കമ്പനി തന്നെയാണ്. ഇവിടെ കാണാം, സീനിയർ എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. പേ സ്കെയിൽ സെയിം ആണ്.
ഇവിടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രിഫറൻസ് ഉണ്ടായിരിക്കും അപ്രൻറ്റീസ് ചെയ്ത മെയിൽ കാൻഡിഡേറ്റ്സിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൻ്റെ സമയത്ത് 25,000 നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന സീനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലാണ് പ്ലേസ് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രൊബേഷൻ പീരീഡ് 1 ഇയർ ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ഫീ 600, SC/ST ആണെങ്കിൽ 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ അടുത്ത കാറ്റഗറി ഇവിടെ കാണാം, അടുത്ത നോട്ടിഫിക്കേഷൻ, അതുപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ കാണാം. 24/7 ക്ലോസിംഗ് ഡേറ്റ്. സെയിം കമ്പനി തന്നെയാണ്. ഇവിടെ ഇലക്ട്രിക്കലാണ്, സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. 2 വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്, സെയിം സ്കെയിലാണ്. ഇവിടെ നമുക്ക് എലിജിബിലിറ്റി വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള BA or BTech ഡിഗ്രിയാണ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 36 ഏജ് ലിമിറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മെയിൽ കാൻഡിഡേറ്റ്സ് എവിടെയെങ്കിലും അപ്രൻറ്റീസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് പീരീഡ് 25,000 രൂപയും പിന്നെ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. പ്രൊബേഷൻ ഉണ്ടായിരിക്കും 1 ഇയർ. 600 ഫീ വരുന്നത്. SC/ST ആണെങ്കിൽ 150 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്ന വേക്കൻസിയാണ്. ഇനി അടുത്തത് നമ്മളെ 7ാമത്തെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ കാണാം 7ാമത്തെ ആണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ, നമ്മൾ നേരത്തെ 6 പറഞ്ഞത്. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 24/6/2025 നോട്ടിഫിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ്. അതുപോലെ 24/7 ക്ലോസിംഗ് ഡേറ്റ്. ഇത് കമ്പനി മാറിയും കൂടെ കാണാം, മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് ഇവിടെ കാണാം, അസിസ്റ്റൻറ്റ് മൈൻസ് മാനേജറാണ്. ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. പേ സ്കെയിൽ ഇവിടെ കാണാം 85,000 വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ പറയുന്ന മൈനിങ്ങിലുള്ള BA or BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് മൈൻ മാനേജർ സർട്ടിഫിക്കറ്റ്, കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ പറയുന്ന സെക്കൻഡ് ക്ലാസ് മൈൻ മാനേജറിലുള്ള. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 25 to 36 ആണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ആണ്. മിനിമം 25, മാക്സിമം 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് മിനിമം 3 വർഷം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് 7ാമത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഇതിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് കേട്ടോ. ഇനി 10 വർഷത്തിൻ്റെ മുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെ കാണാമെന്നുള്ളതൊക്കെ കാണിക്കാം ഞാൻ. അപ്ലിക്കേഷൻ ഫീ 600, SC/ST ആണെങ്കിൽ 150 രൂപയാണ് വരിക. അപ്പോൾ 7ാമത്തെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് 8ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് 8ാമത്തെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാം 24/6 മുതൽ നിങ്ങൾക്ക് 24/7 വരെ, ജൂലൈ 24 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിനാണ്. സീനിയർ അക്കൗണ്ട്സ് ഓഫീസറാണ്. 2 വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. ഇതാണ് പേ സ്കെയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് CMA കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും പാടാൻ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് മുൻഗണന ഉണ്ടായിരിക്കും. ഇതിൻ്റെ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് 25,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താലാണ് പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും 1 ഇയർ. 600 ഫീ വരുന്നത്. SC/ST ആണെങ്കിൽ അവർക്ക് 150 മതി. ബാക്കിയുള്ളവർക്കൊക്കെ 600 വേണം. 3 നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ 9ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഈ നമ്പർ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. 9ാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. സെമി സ്കിൽഡ് വർക്കറിനാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ 5 വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം 10,170 മുതൽ 20,170 ആണ്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് SSLC വിത്ത് IT ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് IT ആണ്. IT ഏത് ട്രേഡാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ട്രേഡാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇലക്ട്രീഷ്യനായിട്ട്. അത് മാത്രമല്ല നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്, അതായത് NIC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ അപ്രൻറ്റീഷിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 2 വർഷത്തെ ഇലക്ട്രീഷ്യനായിട്ട് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്കൊരു മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 300 രൂപയാണ്. SC/ST ആണെങ്കിൽ 75 രൂപയാണ് കേട്ടോ. ഇത് നിർബന്ധമല്ല, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് തന്നെ നിർബന്ധമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും അപ്രൻറ്റീഷിപ്പും എക്സ്ട്രാ വേണം, അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 9ാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇതിനടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് 10ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്.
നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നമ്പർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിനാണ്. ഇവിടെ സെമി സ്കിൽഡ് വർക്കർ ഇലക്ട്രിക് മെക്കാനിക് ആണ് വിളിച്ചത്. ട്രേഡ് പെർമനൻ്റ് ആണ്. പേ സ്കെയിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് SSLC+ IT തന്നെയാണ്. ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലുള്ള IT അല്ലെങ്കിൽ തുല്യമായുള്ള IT ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 36 കണക്കാക്കുന്നത്. എക്സ്പീരിയൻസ് ഇതിലും വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഈ പറയുന്ന ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC/ST ആണെങ്കിൽ 75 രൂപ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 10ാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി 11ാമത്തേതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് 11ാമത്തെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6, ക്ലോസിംഗ് ഡേറ്റ് 24/7, ജൂലൈ 24. ഇത് സെയിം തന്നെയാണ്. കൂടെ കാണാൻ കേരള ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. സെമി സ്കിൽഡ് ടേണർ ആണ്. 2 വേക്കൻസിയാണ്. പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാൻ നിങ്ങൾക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ SSLC IT ടേണർ ട്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിരിക്കണം. ഏജ് ലിമിറ്റ് 36. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ അതേ സെയിം ട്രേഡ് തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ 300, SC/ST ആണെങ്കിൽ 75 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 11ാമത്തെ നോട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തു. ഇനി 12ാമത്തേലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 12ാമത്തെ നോട്ടിഫിക്കേഷൻ അതിൽ കൂടെ കാണാം. 24/6 സ്റ്റാർട്ടിംഗ്, ക്ലോസിംഗ് 24/7. ഇതും സെയിം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിലും കമ്പനി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാണാം സെമി സ്കിൽഡ് വർക്കർ ഫിറ്റർ ആണ്. 6 വേക്കൻസി ഉണ്ട്. പെർമനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ കാണാം SSLC+ IT ഫിറ്റർ ട്രേഡിൽ IT ഉള്ളവർക്ക് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പ്ലസ് എന്താണ് നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഈ പറയുന്ന ട്രേഡിൽ കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST ആണെങ്കിൽ 75. അങ്ങനെയാണ് ഇതിലേക്ക് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 12ാമത്തെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് 13ാമത്തെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല ജസ്റ്റ് ഇതിനെക്കുറിച്ച് വെറുതെ ഒന്ന് പറഞ്ഞ് പോയാൽ മതിയെങ്കിൽ നിങ്ങളത് അങ്ങനെ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ. അതുപോലെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 13ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കാരണം ഇത് നമുക്ക് വലിയൊരു ഞാനിത് ആദ്യം ഫ്രഷേഴ്സിൻ്റെ മാത്രം എടുത്ത് വെച്ച് നോക്കി, എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കുറേ ഒഴിവാക്കി. അതുമ്പാടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിക്കാം. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർ ലാസ്റ്റിലേക്ക് നോക്കുക, അതെങ്ങനെ നോക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6, ക്ലോസിംഗ് ഡേറ്റ് 24/7. ഇത് സെയിം എന്താണ് ഇൻഡസ്ട്രി എന്നാണ് കൂടെ കാണാം. സെമി സ്കിൽഡ് വർക്കർ മെഷീനിസ്റ്റ് ആണ്. 1 വേക്കൻസി. പെർമനൻറ്റ്. പേ സ്കെയിലൊക്കെ സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് SSLC വിത്ത് IT എന്നാണ്. മെക്കാനിക്കൽ ട്രേഡിൽ IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ തുല്യമായ ക്വാളിഫിക്കേഷൻ. 36 ഏജ് ലിമിറ്റ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് 300 രൂപയാണ് ഫീ. SC/ST ആണെങ്കിൽ 75 രൂപ ഫീ കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. 13ാമത്തെ കഴിഞ്ഞു. ഇനി 14ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. 14ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24/6, ക്ലോസിംഗ് ഡേറ്റ് 24/7. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. സെമി സ്കിൽഡ് വർക്കർ വെൽഡർ ആണ്. 3 വേക്കൻസി. പെർമനൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ SSLC+ IT ആണ്. IT വെൽഡർ ട്രേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും. 36 ഏജ് ലിമിറ്റ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെൽഡർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ ഫീ 300 ആണ്. SC/ST ആണെങ്കിൽ 75 രൂപ കൊടുത്താൽ മതി. അങ്ങനെ 14ാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇതിനടുത്തത് 15ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. 15ാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേരള ഇലക്ട്രിക്കൽ അതന്നെ സെയിം കമ്പനി തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. പെയിൻറ്ററാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻ്റ് ആണ്. അപ്പം IT വേണം നിങ്ങൾക്ക്. SSLC+ IT ആണ്. പെയിൻറ്റർ ട്രേഡിൽ IT ഉണ്ടായിരിക്കാൻ തുല്യമായ ക്വാളിഫിക്കേഷൻ. 18-36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പെയിൻറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്ലിക്കേഷൻ ഫീ 300. SC/ST ആണെങ്കിൽ 75 രൂപ അപേക്ഷാ ഫീസ് വേണം. അപ്പോൾ നമ്മുടെ 15ാമത്തെ നോട്ടിഫിക്കേഷനും ക്ലോസ് ചെയ്യാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് 16ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 16ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26/7. ചിലതിൻ്റെ ഡേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, 2 വേക്കൻസിയാണ്. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം, മേസ്ട്രി ആണ്. പെർമനൻറ്റ് വേക്കൻസിന് 34 പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. കൺസോൾട്ടേറ്റ് പേയ്മെൻറ്റ് ആട്ടോ, അതിൽ മാറ്റം ഉണ്ടാവില്ല. ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 വർഷം. ഇനി അങ്ങോട്ടുള്ളത് കുറച്ചൊരു 3 വർഷത്തിൻ്റെ, അതിലും ഫ്രഷേഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്. 3 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള എടുത്തുകൊണ്ട്
5 വർഷം അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെയാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് കേട്ടോ. ആപ്ലിക്കേഷൻ ഫീ 600 SC ആണെങ്കിൽ 150 രൂപയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 16ാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ 17ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പാടെ നിങ്ങൾ കാണണം കേട്ടോ. അതിനെ കൺക്ലൂഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പലരും നെഗറ്റീവായിട്ട് പറയും, അതായത് ഇതൊക്കെ എന്താണ് പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് 26/6/2025, 26/7/2025 ക്ലോസിംഗ് ഡേറ്റ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെമിക്കലാണ്, ഒരു വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാൻ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BA or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം 36 വയസ്സ് വരെ അപേക്ഷ നൽകാവുന്നതാണ്. 3 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ കെമിക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് 600 ഫീ. SC ആണെങ്കിൽ 150 രൂപ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ 17ാമത്തെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 18ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, 18ാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26/7. കമ്പനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡ് KCCL എന്ന് പറയും. കമ്പനി സെക്രട്ടറിയാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസി കോൺട്രാക്റ്റ് ആണ്. ഇത് പെർമനൻ്റ് അല്ല കേട്ടോ, അത് കോൺട്രാക്റ്റ് ആണ്. ടെമ്പററി വേക്കൻസിയാണ്. 65,000 കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പാണ് വേണ്ടത് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റിലുള്ള. ഓക്കെ, ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. എന്നെ 1000 രൂപയാണ് ഫീ വരുന്നത്. SC ആണെങ്കിൽ 250 മതി. ജസ്റ്റ് ഞാൻ എക്സ്പീരിയൻസ് 3 വർഷം എന്നുള്ളത് കൊണ്ട് അതിലെടുത്തിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ 19, 20 ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് 20ാമത്തെ നോട്ടിഫിക്കേഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് 21ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 21ാമത്തെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26 സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് ആണ്. പോസ്റ്റ് നെയിം വന്നിരിക്കുന്നത് സ്കിൽഡ് വർക്കർ ട്രെയിനി മോൾഡർ ആണ് കേട്ടോ. ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. ഇതിൽ 12,625 മുതൽ 16,400 വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് IT ആണ്. ഇൻ മോൾഡർ ട്രേഡ് ആൻഡ് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. IT മാത്രം പോരാ, അപ്രൻറ്റീഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ITM വേണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 36 മാക്സിമം. എക്സ്പീരിയൻസ് ഒരു മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്ലസ് അഡീഷണൽ ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസൾട്ടേറ്റ് മന്ത്ലി പേയ്മെൻറ്റ് 10,000 രൂപ മാത്രമായിരിക്കും കേട്ടോ. ട്രെയിനിങ് പീരീഡിന് അപ്ലിക്കേഷൻ ഫീ 300, SC ആണെങ്കിൽ 75 രൂപ മതി. അപ്പോൾ നമ്മുടെ 21ാമത്തെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ 22ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 22ാമത്തെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26/7. ഇത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ്. ജൂനിയർ മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാം നിങ്ങൾക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് MBA ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആണ്, അതായത് HR സ്പെഷ്യലൈസേഷനോടുകൂടി നിങ്ങൾ MBA കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം 36 ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ഫീ 600 വരുന്നത്. SC ആണെങ്കിൽ 150 മതി. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ MBA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ HR ആണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ 22ാമത്തെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഓക്കെ, 22 കഴിഞ്ഞു. ഇനി അടുത്തത് 23ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 23ാമത്തെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമ്പർ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓരോത് പറയുമ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ 26/6 മുതൽ 26/7 ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഇതന്നെ സെയിം കമ്പനി തന്നെയാണ്. ഫൈനാൻസ് മാനേജറാണ്. ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ MCOM വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം MCOM ഇല്ല, നിങ്ങൾക്ക് BCOM ആണെങ്കിൽ അതിൻ്റെ കൂടെ CA അല്ലെങ്കിൽ ICW ഇതിൽ ഏതെങ്കിലും വേണം അപ്ലൈ ചെയ്യണമെങ്കിൽ. 45 മാക്സിമം ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇതിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. 600 ഫീ വരുന്നത്. SC ആണെങ്കിൽ 150 രൂപ അടച്ചാൽ മതി. അടുത്ത നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്പർ പറയുന്നില്ല, ഞാൻ മറന്നു പോയിട്ടുണ്ട്. ആക്ച്വലി എത്ര ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 25 അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26/7. ഇവിടെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് തന്നെയാണ്. മെക്കാനിക് ഗ്രേഡ് സെക്കൻഡ് ആണ്. ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് IT ഫിറ്റഡ് ട്രേഡിൽ IT ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. 10ാം ക്ലാസ് പ്ലസ് ഫിറ്റഡ് ട്രേഡിൽ IT ആണ്. ഏജ് ലിമിറ്റ് 21 to 36 മിനിമം 21 വയസ്സായിരിക്കണം. മാക്സിമം 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 300 ഇതിൻ്റെ ഫീ വരുന്നത്. SC ആണെങ്കിൽ 25 രൂപ കൊടുത്താൽ മതി. ഈ ഒരു നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. കേരള സ്റ്റേറ്റ് സെയിം കമ്പനി തന്നെയാണ്. ഇതിലേക്ക് AC മെക്കാനിക് ഗ്രേഡ് സെക്കൻഡ് ആണ്. ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡിൽ IT ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് മിനിമം 21, മാക്സിമം 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 300 രൂപയാണ് ഫീ. SC ആണെങ്കിൽ 75 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഇതിന് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം. കേരള സെയിം കമ്പനി തന്നെയാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ്
ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിനാണ്. ഇലക്ട്രീഷ്യൻ ഗ്രേഡ് സെക്കൻഡാണ്, ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ IT ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് മിനിമം 21, മാക്സിമം 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഫീ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. സംഭവം നോട്ടിഫിക്കേഷൻ കൊണ്ട് തീരുന്നില്ല, അത്രയും നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. ഇത്രയും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി കമൻ്റായിട്ട് കുറച്ച് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത്രയും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ലൈക്കായിട്ടും ഷെയർ ആയിട്ടൊക്കെ വേണം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 26/6 സ്റ്റാർട്ടിംഗ് ഡേറ്റ്, 26/7 ക്ലോസിംഗ് ഡേറ്റ്. സെയിം കമ്പനി തന്നെയാണ്. ഇവിടെ വർക്കർ ഗ്രേഡ് സെക്കൻഡ് സ്റ്റോർ ഫംഗ്ഷനാണ്, 2 വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാം. ദെൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കാന്ന് പറഞ്ഞാൽ പ്ലസ് അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് മിനിമം 21, മാക്സിമം 36 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സ്റ്റോർ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC ആണെങ്കിൽ 75 രൂപ മതി അപേക്ഷ നൽകാൻ. ദെൻ ആ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത നോട്ടിഫിക്കേഷനാണ്. കേരള ഇത് സെയിം കമ്പനി തന്നെയാണ്, ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ്. വർക്കർ ഗ്രേഡ് സെക്കൻഡ് സ്റ്റോർ സെക്യൂരിറ്റി ആണ്, ഒരു വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക പ്ലസ് എന്താണ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിനാണ് ചോദിക്കുന്നത്. അവൻ +2 വെച്ചിട്ട് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. +2 മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. കമ്പ്യൂട്ടർ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് മിനിമം 26, മാക്സിമം 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ സ്റ്റോർ ഫംഗ്ഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം 300 ഏജിൽ എക്സാം ഫീ അപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC ആണെങ്കിൽ 75 രൂപയാണ് വരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 26/7. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ്. ഇത് നിങ്ങൾക്ക് ലോഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ജൂനിയർ ഗ്രേഡാണ്, 2 വേക്കൻസി പെർമനൻ്റ് ആണ്. പേ സ്കെയിലൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ SSLC പാസ് വിത്ത് വാലിഡ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്, വിത്ത് വാലിഡ് ലൈസൻസ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്കവേറ്റർ, അതുപോലെ JCB ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലോഡർ, ക്രെയിൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. SSLC ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ SSLC പാസ്സായിരിക്കുക പ്ലസ് അതിൻ്റെ കൂടെ വാലിഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്കവേറ്റർ, അതുപോലെ JCB പോലെയുള്ള ഇത്തരം ക്രെയിൻ പോലെയുള്ള ഇത്തരം വാഹനങ്ങളൊക്കെ ഓടിക്കാനുള്ള ഒരു ലൈസൻസും പാടെ എക്സ്ട്രാ വേണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. ഫീ 300 SC ആണെങ്കിൽ 75 രൂപയാണ് ഫീ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 27. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ്. അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലാണ്, 1 വേക്കൻസി പെർമനൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. പേ സ്കെയിലൂടെ കാണാം നിങ്ങൾക്ക്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BEO അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 39 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യട്ടോ, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഫീ 600 രൂപയാണ്. SC ആണെങ്കിൽ 150 രൂപയാണ് ഫീ ഉള്ളത്. ഇതിന് അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/6, ക്ലോസിംഗ് ഡേറ്റ് 27/7. ദെൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്, 2 വേക്കൻസി കോൺട്രാക്റ്റ് ആണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി വേക്കൻസിയാണ്. 30,000 കൺസോൾട്ടേറ്റ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോട് കൂടിയിട്ട് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് വേണം അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. നിങ്ങൾക്ക് ഈ പറയുന്ന ലാർജ് എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ 600 SC ആണെങ്കിൽ 150 മതി എന്നുള്ളതാണ്. ഇത് കോൺട്രാക്ട് ബേസിലായതുകൊണ്ട് 1 വർഷത്തേക്കാണ് ഇത് നിയമിക്കുന്നത് കേട്ടോ. ഇതിന് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 26/6 സ്റ്റാർട്ടിംഗ്, ക്ലോസിംഗ് 26/7. ഇത് സെയിം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ്. ലാബ് അസിസ്റ്റൻ്റ് ആണ്, സ്പെഷ്യൽ ഗ്രേഡാണ്, 4 വേക്കൻസി പെർമനൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം പേ സ്കെയിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി റെഗുലറായിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം, മാക്സിമം 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ 600 SC ആണെങ്കിൽ 150 രൂപ മതി. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, ജസ്റ്റ് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക്. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27/6, ക്ലോസിംഗ് ഡേറ്റ് 27/7. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ് ആണ്, ടെൽക്ക് എന്ന് പറയും. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇതാണ് ഡിസിപ്ലിൻ വരുന്നത്. 7 വേക്കൻസി ഉണ്ട്, പെർമനൻറ്റ് വേക്കൻസിയാണ്. 42,500 മുതൽ 90,000 വരെ സാലറി വരുന്ന പേ സ്കെയിലാണ് കൂടെ കാണാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടെ കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് കൂടി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്.
വേണ്ടത്. അപ്പോൾ ഫുൾ ടൈം ആയിട്ട് റെഗുലറായിട്ട് പഠിച്ചവരായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ 600 SC/ST ആണെങ്കിൽ 150 മതി. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. പിന്നെ നിങ്ങൾക്ക് 2 വർഷം എന്താണ് ഈ പറയുന്ന ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കാം. മന്ത്ലി സ്റ്റൈപ്പൻഡ് 29,700 കിട്ടും ഫസ്റ്റ് ഇയറിൽ. പിന്നെ അതുപോലെ രണ്ടാമത്തെ വർഷമാകുമ്പം 10% എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ട് ആ എമൗണ്ട് ആയിരിക്കും സ്റ്റൈപ്പൻഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 7 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം നമുക്ക് ഏതാണ്. ഇതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27, ക്ലോസിംഗ് ഡേറ്റ് 27. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ് തന്നെയാണ്. എഞ്ചിനീയർ ട്രെയിനിങ് മെക്കാനിക്കലാണ്, പെർമനൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതേ സ്കെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE or BTech ഡിഗ്രിയാണ്. ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE or BTech ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. 600 ഫീ വരുന്നത്. SC/ST ആണെങ്കിൽ 150. ട്രെയിനിങ് പീരീഡ് 29,700 ആയിരിക്കും. ഓക്കെ, ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിനടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27/6, ക്ലോസിംഗ് ഡേറ്റ് 27/7. അതേ സെയിം കമ്പനി തന്നെയാണ്. ഇതിൽ മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട് 2 വേക്കൻസി, പെർമനൻ്റ് ആണ്. സെയിം പേ സ്കെയിലാണ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. ഏജ് ലിമിറ്റ് 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ 600 SC/ST ആണെങ്കിൽ 150 മതി. ട്രെയിനിങ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. 29,700 ആയിരിക്കും പെർ മന്ത്. പിന്നെ രണ്ടാമത്തെ വർഷത്തിൽ 10% ഇൻക്രീസ് ചെയ്യുന്നതാണ്. ക്ലോസ് ചെയ്യാണ്. ഇതിനടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 27/6/2025 മുതൽ 27/7/2025 ക്ലോസിംഗ് ഡേറ്റ്. സെയിം കമ്പനി തന്നെയാണ്. ഓപ്പറേറ്റർ ഗ്രേഡ് 3 നിങ്ങൾക്കിവിടെ കാണാൻ. ട്രെയിനി വെൽഡറാണ്. 3 വേക്കൻസി, പെർമനൻറ്റ് വേക്കൻസിയാണ്. 19,000 മുതൽ 44,200 പേ സ്കെയിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI വേണം. ഓക്കെ, അത് ഈ പറയുന്ന ട്രേഡ് വെൽഡർ ട്രേഡിലുള്ള ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെൽഡർ ട്രേഡിലുള്ള ITI പ്ലസ് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുല്യമായ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 മിനിമം ഏജ്, മാക്സിമം 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന നമുക്ക് 18,280 നമുക്ക് ഫസ്റ്റ് ഇയർ. 2 വർഷമാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ഇയർ 18,280 നമുക്ക് ലഭിക്കും. പിന്നെ അതിൻ്റെ 10% കൂടെ കൂട്ടിയിട്ടാണ് സെക്കൻഡ് ഇയറിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പ്ലേസ് ചെയ്യുക. 300 അപ്ലിക്കേഷൻ ഫീ. SC/ST ആണെങ്കിൽ 75 രൂപ കൊടുത്താൽ മതി. അത് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ ഇത് മക്കളെ തീരുന്നില്ല, അത്രയും ഉണ്ട് കേട്ടോ നോട്ടിഫിക്കേഷൻ. തന്നെ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഉള്ള വേക്കൻസി കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. 27/6/2027 ക്ലോസിംഗ് ഡേറ്റ്. ഇനി സെയിം കമ്പനിയാണ്. ഓപ്പറേറ്റർ ഗ്രേഡ് 3 ട്രെയിനി ഫിറ്ററാണ്. 9 വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്. ഓക്കെ, 19,000 മുതൽ 41,200 പേ സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് SLC ഉണ്ടായിരിക്കുക പ്ലസ് എന്താണ് ITI ഈ പറയുന്ന ഫിറ്റഡ് ആയിട്ടുള്ള ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18, മാക്സിമം 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ 2 വർഷത്തിൽ ആദ്യത്തെ വർഷം 18,250, രണ്ടാമത്തെ വർഷം അതിൻ്റെ 10% കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുക. അപ്ലിക്കേഷൻ ഫീ 300, SC/ST ആണെങ്കിൽ 75 രൂപ കൊടുത്താൽ മതി. ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യാണ്. ദെൻ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇവിടെ കാണാൻ നിങ്ങൾക്ക്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27/6, ക്ലോസിംഗ് ഡേറ്റ് 27. സെയിം കമ്പനി തന്നെയാണ്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. ഓപ്പറേറ്റർ ഗ്രേഡ് 3 ട്രെയിനി ഇലക്ട്രീഷ്യൻ ആണ്. 9 വേക്കൻസി ഉണ്ട്, പെർമനൻ്റ് ആണ്. പേ സ്കെയിൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 18-35 ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. 18,250 ആയിരിക്കും ഇനിഷ്യലി ആ ഒരു സ്റ്റൈപ്പൻഡ്. ആദ്യത്തെ ഫസ്റ്റ് ഇയർ സ്റ്റൈപ്പൻഡ് ലഭിക്കുക. പിന്നെ അതിൻ്റെ 10% കൂടി സെക്കൻഡ് ഇയറിൽ കിട്ടും. ആ 2 വർഷം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താലാണ് ഇതിനെ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. 300 അപ്ലിക്കേഷൻ ഫീ. 75 നമ്മുടെ SC/STക്ക് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ 26 സ്റ്റാർട്ടിംഗ്, ക്ലോസിംഗ് 27. സെയിം കമ്പനി തന്നെയാണ്. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിയാണ്, മെക്കാനിക്കൽ 2 വേക്കൻസി, പെർമനൻ്റ് ആണ്. 30,700 മുതൽ 70,400 ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടത്. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ് ഉണ്ടായിരിക്കും 2 വർഷത്തെ. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് മന്ത്ലി 20,250 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. രണ്ടാമത്തെ വർഷം ആ എമൗണ്ടിൻ്റെ 10% ഇവിടെ കൂട്ടിയുള്ള എമൗണ്ട് ആയിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് മന്ത്ലി ലഭിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. അപ്ലിക്കേഷൻ ഫീ 600 രൂപയാണ്. SC/ST ആണെങ്കിൽ 150 മതി. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അടുത്തത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഏകദേശം നമ്മൾ കഴിയാനായിട്ടുണ്ട്. 27/6/2027 ക്ലോസിംഗ് ഡേറ്റ്. സെയിം കമ്പനി തന്നെയാണ്. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിയാണ്.
ഇതിൽ 2 വേക്കൻസി പെർമനൻറ്റ് 30,700 മുതൽ 77,400 വന്നിരിക്കുന്നത് പേ സ്കെയിൽ. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇതിലും 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മന്ത്ലി 20,250 പിന്നെ അതിൻ്റെ 10% കൂട്ടി മന്ത്ലി ലഭിക്കും. 600 നിങ്ങൾക്ക് ഫീ വരുന്നത്. SC/ST ആണെങ്കിൽ 150. 2 വർഷം സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മളെ പെർമനൻ്റ് ആക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സെയിം കമ്പനി തന്നെയാണ്. മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഹ്യൂമൻ റിസോഴ്സ് HR ആണ്. 2 വേക്കൻസി പെർമനൻ്റ് ആണ്. സെയിം പേ സ്കെയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2 വർഷം ഡ്യൂറേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് ഏതിലാന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം. HR-ലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ അല്ലെങ്കിൽ ലേബർ വെൽഫെയറിലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലോ ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 2 ഇയർ ഡ്യൂറേഷനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ PGയോ അതല്ലെങ്കിൽ PG ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് പേഴ്സണലോ അല്ലെങ്കിൽ HRM-ലോ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഏത് ഡിഗ്രി ആണെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിയമത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന അവർക്ക് ഉണ്ടായിരിക്കുന്നുള്ളൂ. അത് നിർബന്ധമല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്ലിക്കേഷൻ ഫീ 600 SC/ST ആണെങ്കിൽ 150 കൊടുത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അവിടെ 29,000 നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുക. സ്റ്റാർട്ടിങ് ഓരോ മന്തും നിങ്ങൾക്ക് 29,700 ലഭിക്കും ഫസ്റ്റ് ഇയറിൽ. 2ാം ഇയറിൽ അതിൻ്റെ 10% കൂടെ കൂട്ടിയിട്ട് മന്ത്ലി ലഭിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. അത് പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ നോട്ടിഫിക്കേഷനാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ടും പിന്നെ കുറച്ച് ജനറലായിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് കാറ്റഗറി നോട്ടിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. ഇപ്പോൾ പല തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പലരും നമുക്ക് കമൻ്റൊക്കെ ആയിട്ട് ചിലപ്പം വരാം, എന്താണ് ഇതൊക്കെ പിൻവാതിലാണ്, ഒരു ഉഡായ്പാണ്, അല്ലെങ്കിൽ നമ്മൾ സർക്കാരിനെ നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിൽ, സർക്കാർ നമ്മളെ പറ്റിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ ഇതിന് വ്യക്തമായിട്ട് ഒരു ബോർഡ് ഉണ്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോഴും അത് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വീട്ടിലിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സാം എഴുതി നമുക്ക് അതിനനുസരിച്ച് ഒരു അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഞാൻ ഈ തുടക്കത്തിൽ കാണിച്ച പോർട്ടൽ. ഞാൻ ജസ്റ്റ് അതിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലാണ് വരിക. അവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കേരള ജോബ്സിൻ്റെ ഇവിടെ കാണാം. നിങ്ങൾക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡായിട്ട് ഇവിടെ കാണാം കേട്ടോ. ഈ ടൈറ്റിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈറ്റിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. അവിടെ നമ്മുടെ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പോസ്റ്റ് പെട്ടെന്ന് കിട്ടും. ഇനി ഇവിടെ അത് കണ്ടില്ലെങ്കിൽ ഞാൻ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഇവിടെ കാണില്ല. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, എല്ലാത്തിലും നിങ്ങൾ ഫോളോ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഞാനതിൻ്റെ ഷോർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, എല്ലാം കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങൾക്ക് നോക്കാം, നോട്ടിഫിക്കേഷൻ തന്നെ നോക്കണം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം നിലവിൽ എന്താണ് ഉള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയാത്ത ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കാറ്റഗറി നമ്പർ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ കാണാം. അതൊക്കെ കാറ്റഗറി നമ്പറാണ്. ഈ 61, 67 ഇതൊക്കെ കാറ്റഗറി നമ്പറാണ്. അപ്പോൾ നമ്മൾ പറയാത്ത നമ്പർ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നോക്കാം. ഇത് ഓരോന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓരോ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 15 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് 5 വർഷത്തിൻ്റെ മുകളിലേക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ എക്സ്പീരിയൻസിൽ വേക്കൻസി ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, ഇത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താം. ഇനി അടുത്തത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മളിതാ ഇതിൻ്റെ അപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ നോട്ടിഫിക്കേഷനിൽ വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളതിൻ്റെ ആ ഒരു പോർട്ടലിൻ്റെ ഹോം പേജിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിലബസ് ഇതാ ഇവിടെ കാണാം. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഓക്കെ, സിലബസ് ഇത് എക്സാമിൻ്റെ കുറച്ച് മുൻപാണ് അവർ സിലബസ് ഇടുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ എക്സാം, ഇൻ്റർവ്യൂ, അത് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് എത്ര അപേക്ഷ വരുന്നു അതിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം കേട്ടോ. ഏത് കമ്പനിയിലേക്കാണ് അതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ റൂളും ഇതിനൊക്കെ അനുസരിച്ച് ഇത് മാറാം. ഓക്കെ, മേ ബി എക്സാം ഉണ്ടാവും. എക്സാം ഉണ്ടെങ്കിൽ ഇത് അവിടെ സിലബസ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മുൻപ് നടന്നിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഏതൊരു എക്സാമിൻ്റെ സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എക്സാമിൻ്റെ കുറച്ച് മുൻപാണ് അത് ഇവർ ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനേഷൻ്റെ കുറച്ച് മുൻപാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരിക്കും സിലബസ് ഒക്കെ നമുക്ക് കിട്ടുക. അതുപോലെ ഇവിടെ എക്സാം ഷെഡ്യൂൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2025 കലണ്ടർ കാണാം.
കലണ്ടർ ഫോർ ദ മന്ത് ഓഫ് ജൂൺ 2000 നമ്മുടെ PSCയിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ ഇത് വെറുതെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ മക്കളെ. കാരണം അത്രയും നമുക്ക് ഇനിയും ഇതിൽ വാക്കൻസി വരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം PSC പോലെ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിലിങ്ങനെ അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരാം. ദ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഡേറ്റ് ആണ് 5/6. ഓക്കെ, ജൂൺ 5-ന് അത് നടന്നിട്ടുണ്ട്. പിന്നെ ജൂൺ 9-ന് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മന്തിലെ ഡേറ്റ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും എക്സാമുകൾ ഇവിടെ നടന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി. ഇതിന് നമുക്ക് മുന്നേ വീഡിയോസ് ഞാൻ കുറച്ച് മുൻപ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ എക്സാമുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരം അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാതിരിക്കാൻ നേരെ ബാക്ക് അടിക്കുക. ഇനി 2025 മെയ്യിൽ നടന്ന എക്സാമിൻ്റെ ആ ഷെഡ്യൂളാണ്. അങ്ങനെ ഓരോ മാസത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇനിയിപ്പോൾ അടുത്ത ജൂലൈൻ്റെ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ വരുമ്പം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് അതിലേതെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇട്ടുതരാം ഞാൻ, നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, പ്രസ് റിലീസ്, അതുപോലെ ഇവിടെ ഒരുപാട് റിസൾട്ടിൽ റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ് നമ്മൾ PSC ഒക്കെ പോലെ തന്നെയുള്ള രീതിയിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ PSC എക്സാമിനേഷന് അത്ര ടൈറ്റ് ഇതിനുണ്ടാവില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ആളുകൾ ഇത് അറിഞ്ഞോളുന്നില്ല, അത്രയും ആളുകൾ ഇതിലേക്ക് അപേക്ഷ നൽകിക്കോളുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലൊന്നും ജോലി ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുതലെടുത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതിൽ ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ കമൻറ്റ് നോക്കിയിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് നിൽക്കണ്ട, അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു ഏജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് അപ്ലൈ ചെയ്യാൻ പോലും നമ്മൾ എലിജിബിൾ അല്ല എന്ന് അറിയുമ്പോഴുള്ളൊരു നമുക്കുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവും. അത് നമ്മൾ അടിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ. ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ട്യൂട്ടോറിയൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, നിങ്ങൾക്ക് വീഡിയോ ട്യൂട്ടോറിയൽ കാണാം. ഈ വീഡിയോ ട്യൂട്ടോറിയൽ ജസ്റ്റ് ഓപ്പൺ ആക്കുക നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ഇതാ കറക്റ്റായിട്ട് ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങൾ സ്റ്റെപ്പ് അതിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത മന്തിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്തിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്താൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ പ്രോപ്പറായിട്ട് തെറ്റുകളൊന്നും ഇല്ലാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം, OTR ചെയ്യാം, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. താങ്ക്